നമസ്കാരം. അടിയന്തരാവസ്ഥ ഇന്ത്യ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ ജനതയുടെ മേൽ കടുത്ത അച്ചടക്കത്തിൻ്റെ ഇരുമ്പുദണ്ടുകൾ വലിയ തോതിൽ പതിക്കപ്പെട്ട ഒരു ഭരണപരിഷ്കാരമായിരുന്നു അത്. ശ്രീമതി ഇന്ദിരാഗാന്ധിയായിരുന്നു അന്ന് പ്രധാനമന്ത്രി. രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലായപ്പോൾ രാജ്യത്ത് ശിഥിലീകരണ ശക്തികൾ പെരുകുന്നു, അല്ലെങ്കിൽ അവർ അട്ടിമറി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 1975 മുതൽ 77 വരെ ആ 2 കൊല്ലമാണ് ഇന്ത്യയുടെ അടിയന്തരാവസ്ഥ കാലം. ജനാധിപത്യം പിച്ചു ചീന്തി എറിയപ്പെട്ട കാലം എന്ന് വിളിക്കപ്പെട്ടു. പ്രതിപക്ഷം അതിനെ അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയുടെ കാലം എന്ന് വിശേഷിപ്പിച്ചു. എന്തായാലും അടിയന്തരാവസ്ഥയെ ഒരു കറുത്ത ദിനങ്ങളായിട്ടാണ് ചരിത്രം ഓർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥയുടെ കാലം, ശരിക്കും പറഞ്ഞാൽ ഇക്കൊല്ലം അടിയന്തരാവസ്ഥയെ ഇന്ത്യ എല്ലാവരും വ്യാപകമായി ഓർക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം ഇക്കൊല്ലം അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികമാണ്. 1975 ജൂൺ 25-നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അത് പിൻവലിച്ചത് 1977 മാർച്ച് 21-നാണ്. 2 കൊല്ലം തികഞ്ഞില്ല, 20 മാസം എന്നാണ് കണക്ക്. ആ 20 മാസമാണ് അടിയന്തരാവസ്ഥ കാലം എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥയുടെ വാർഷികം, 50-ാം വാർഷികം മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ആഘോഷിക്കപ്പെടും, അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടും എന്നുറപ്പാണ്. അതിൻ്റെ കാരണം രാഷ്ട്രീയമാണ്. യഥാർത്ഥ കാരണം അടിയന്തരാവസ്ഥയുടെ ഇരകളായി തീർന്നവർ, അടിയന്തരാവസ്ഥയുടെ വിക്ടിംസായി തീർന്നവർ, അടിയന്തരാവസ്ഥയിൽ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങിയവർ. അക്കൂട്ടത്തിൽ പ്രധാനികളാണ് സംഘപരിവാർ ശക്തികൾ. സംഘപരിവാർ ഇന്ന് നാട് ഭരിക്കുന്നു എന്നതാണ് ഒരു കാരണം. അന്നത്തെ ഇരകൾ ഇന്ന് ഭരണകൂടമായി തീർന്നിരിക്കുന്നു എന്നതാണ് മറ്റൊന്ന്. അന്നത്തെ ഭരണകൂടം, ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി ഇന്ന് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയുമാണ്. അതുകൊണ്ട് ഭരണപ്രതിപക്ഷ കക്ഷികൾ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ സംവാദത്തിന് വേദിയൊരുങ്ങുന്നു എന്നതുകൂടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വേദി ഉണ്ടാക്കിയെടുക്കുന്നു എന്നതുകൂടിയാണ് ബോധപൂർവമായി ഈ ആഘോഷത്തിൻ്റെ താല്പര്യം. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് വലിയ തോതിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രചാരണങ്ങൾക്ക് ഇത് അവസരമാക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലെയും സംഘപരിവാറിൻ്റെ ഘടകകക്ഷികൾ ആണ് പല സംസ്ഥാനങ്ങളിലും ഭരിക്കുന്നത്. അവരാകട്ടെ പലരും പഴയ സോഷ്യലിസ്റ്റുകളുമാണ്. ജയപ്രകാശ് നാരായണൻ്റെയും റാം മനോഹർ ലോഹിയുടെയും പിന്മുറക്കാർ പല വഴികളിലായി പല പേരുകളിലായി ചിതറിപ്പോയെങ്കിലും അവരും അടിയന്തരാവസ്ഥയുടെ ഇരകളാണ്. അതുപോലെ തന്നെയാണ് കേരളത്തിലെയും സ്ഥിതി. കേരളത്തിലെ സ്ഥിതി കുറെ കൂടി സങ്കീർണമാണ്. കേരളത്തിൽ അടിയന്തരാവസ്ഥക്കാലത്ത് വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ നേതാക്കന്മാരാണ്. കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ, കേരളത്തിൽ നിന്ന് CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് MA ബേബി ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടേറെ നേതാക്കന്മാർ തീർച്ചയായിട്ടും അടിയന്തരാവസ്ഥക്കാലത്ത് വലിയ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങിയവരാണ്. പക്ഷേ അവരുടെ ഒരു സങ്കടം, ഇന്ന് അവരുടെ ഭരണത്തിൽ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷി CPI ആണ്. 1975 അടിയന്തരാവസ്ഥക്കാലത്ത് CPI കേരളത്തിലെ ഭരണകക്ഷിയാണ്. അച്യുതമേനോൻ എന്ന മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ നല്ല പേരുണ്ടാക്കിയ ഒരാളാണ്. നിർഭാഗ്യവശാൽ അടിയന്തരാവസ്ഥ അദ്ദേഹത്തിന് വലിയ കളങ്കമാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലായിരുന്നു കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നത്. അന്നാണ് രാജൻ കേസ് ഉണ്ടാകുന്നത്. അന്നാണ് ഈശ്വര വാര്യർ വലിയ തോതിൽ കലഹിച്ചു നിന്നത്. അന്നാണ് ഉരുട്ടറകൾ ഉണ്ടായത്. അങ്ങനെയാണ് കക്കയം ക്യാമ്പ് ഉണ്ടായത്. അന്നാണ് ശാസ്തമംഗലത്തെ പീഡനമുറകൾ ഉണ്ടായത്. അന്നാണ് പുലിക്കോടൻ എന്ന പേരുണ്ടായത്. അന്നാണ് ലക്ഷ്മണ എന്ന പേര് നമ്മൾ കേട്ടത്. ഇങ്ങനെ കൊടിയ മർദ്ദനത്തിൻ്റെ, ജനവിരുദ്ധതയുടെ പ്രതീകങ്ങളായ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് മർദ്ദനങ്ങളും ലോക്കപ്പ് മരണങ്ങളും ഒക്കെ നടന്നിരുന്നു. കേരളത്തിൽ താരതമ്യേന കുറവായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ ഇന്ദിരാഗാന്ധി തോറ്റുപോയപ്പോഴും കേരളം ഇന്ദിരാഗാന്ധിക്ക്, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുടെ ഭരണകൂട ശക്തികൾക്ക് പിന്തുണ നൽകുകയാണ് ഉണ്ടായത്. പക്ഷേ കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്ന് കേരളത്തിൽ അടിയന്തരാവസ്ഥയുടെ വാർഷികം ആചരിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് സാധ്യമല്ല. കാരണം അടിയന്തരാവസ്ഥക്കാലത്ത് ഭരണകക്ഷിയായിരുന്നവർ ഈ മുന്നണിയിലുണ്ട് എന്നതാണ് കാരണം. അതിനിപ്പോൾ പകരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുമിച്ച് അടിയന്തരാവസ്ഥയെ ഓർക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അവർ ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, CPIM എന്ന മുഖ്യ ഭരണകക്ഷി സ്വന്തം നിലയിൽ അടിയന്തരാവസ്ഥയെ ഓർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവരുടെ പരിപാടികൾ ഈ ജൂൺ 25-ാം തീയതി അവരുടെ അടിയന്തരാവസ്ഥ വിരുദ്ധ ആൻറ്റി എമർജൻസി ഡേ ആയി ജൂൺ 25-ന് അവർ ആചരിക്കുന്നു എന്നതൊക്കെയാണ് കൗതുകം നിറഞ്ഞൊരു വാർത്ത. ഈ സമയത്ത് ഇതിനോട് ചേർത്ത് ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അടിയന്തരാവസ്ഥയുടെ ഇരകൾ, എമർജൻസി വിക്ടിംസ് ഇന്ത്യയിലാകെ ആവശ്യപ്പെടുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം, എത്രയോ കാലമായിട്ട് കഴിഞ്ഞ 50 കൊല്ലമായിട്ട് അവരുടെ ഒരു മുറവിളിയുണ്ട്.
അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഹനിക്കാൻ വേണ്ടി നടന്ന ഒരു ഭരണകൂട നീക്കത്തെ കടുത്ത പോരാട്ടത്തിലൂടെ കൊടിയ യാതനകൾ ഏറ്റുവാങ്ങി ചെറുത്തു നിന്ന ഒരു ജനതയാണ് അടിയന്തരാവസ്ഥക്കെതിരായി പൊരുതിയത്. അതുകൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരായി പൊരുതിയവർ അല്ലെങ്കിൽ വിക്ടിംസ് ഓഫ് എമർജൻസി ഒരു പ്രത്യേക സ്വാതന്ത്ര്യ സമരത്തിന് തുല്യമായി, രണ്ടാം സ്വാതന്ത്ര്യ സമരമായിരുന്നു, ആ സ്വാതന്ത്ര്യ സമരത്തിന് തുല്യമായ ഒരു സമരമായി അത് പരിഗണിക്കണം എന്ന് മാത്രമല്ല, എമർജൻസി വിക്ടിംസിന് രാജ്യത്തിൻ്റെ ആദരവ് എന്ന നിലയിൽ ഒരു പെൻഷൻ സംവിധാനം വേണം എന്ന് ഈ എമർജൻസി വിക്ടിംസിൻ്റെ സംഘടന, എമർജൻസി പ്രിസണേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി എന്ന സംഘടനയുണ്ട്. വേറെയും ചില സംഘടനകളുണ്ട്. ആ സംഘടനകൾക്ക് പോലും രാഷ്ട്രീയമായ ചായ്വുകളൊക്കെ ഉണ്ടാവാം. എങ്കിലും ആ സംഘടനകൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്ന എത്രയോ കാലമായി ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയെ രണ്ടാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കണം. അടിയന്തരാവസ്ഥയുടെ വിക്ടിംസിന്, അടിയന്തരാവസ്ഥയിൽ പീഡനങ്ങൾക്കിരയായവർക്ക്, തടവ് അനുഭവിച്ചവർക്ക് പെൻഷൻ കൊടുക്കണം, സ്വാതന്ത്ര്യ സമര പെൻഷൻ കൊടുക്കണം എന്നൊരാവശ്യമുണ്ട്. അതില്ലെങ്കിൽ പോലും, ആ പേരിലല്ലെങ്കിൽ പോലും എമർജൻസി വിക്ടിംസ് എന്ന നിലയിൽ എമർജൻസി വിക്ടിംസ് ആയി അവരെ അംഗീകരിക്കണം. അതൊരു പ്രത്യേകമായ കാർഡ് അവർക്ക് കൊടുക്കണം. അത് രാജ്യം കൊടുക്കുന്ന ആദരവാണ്. പെൻഷൻ കിട്ടുക എന്നതിനേക്കാൾ, പെൻഷൻ എന്ന സംഖ്യയല്ല, അതൊരു വലിയ അംഗീകാരമാണ്, ആദരവാണ് എന്നവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ ആവശ്യത്തിന് ചെവി കൊടുക്കാൻ പല സംസ്ഥാനങ്ങളും തയ്യാറായി. കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ കേന്ദ്ര തലത്തിൽ, ദേശീയ തലത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. മാത്രമല്ല, സ്വാതന്ത്ര്യ സമര പെൻഷൻ അവർക്ക് കൊടുക്കാനും തയ്യാറായിട്ടില്ല. പക്ഷേ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാവുന്ന ചിലതുണ്ട്. എമർജൻസി വിക്ടിംസിനെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അവരെ രാജ്യത്തിലെ ബഹുമാനിക്കപ്പെടേണ്ട പൗരന്മാരായി തീരുമാനിക്കുകയും അവരെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവർക്ക് കാർഡ് കൊടുക്കുകയും അവർക്ക് പെൻഷൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഇന്ന് ഇപ്പോൾ 29 സംസ്ഥാനങ്ങളിൽ 13 സംസ്ഥാനങ്ങൾ അത് ചെയ്തു കഴിഞ്ഞു എന്നതാണ്. ആദ്യമായി അത് ചെയ്ത് പഞ്ചാബ് സർക്കാരാണ് 1980-ൽ. പഞ്ചാബ് സർക്കാർ ചെയ്തു, പിന്നീട് ഒരുപാട് സംസ്ഥാനങ്ങൾ ചെയ്തു. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ചെയ്തത് ഒഡീഷയാണ്. പഞ്ചാബ് മുതൽ ഒഡീഷ വരെ 13 സംസ്ഥാനങ്ങളിൽ എമർജൻസി വിക്ടിംസിന് പെൻഷനുണ്ട്. ചെറിയ പെൻഷനല്ല, മാസം തോറും 20,000 രൂപയാണ് പെൻഷൻ, ചെറിയ സംഖ്യയല്ല. അതുകൊണ്ട് ആ മുറവിളികൾ കേരളത്തിലും മുഴങ്ങുന്നുണ്ട്. എമർജൻസി വിക്ടിംസിന് പെൻഷൻ കൊടുക്കേണ്ടതാണ്, അവരെ അംഗീകരിക്കണം, അവരെ ആദരിക്കപ്പെടേണ്ടതാണ് എന്ന അവകാശം വലിയ തോതിൽ ഉയരുന്നുണ്ട്. അവരെത്ര പേരുണ്ട്? ഇപ്പം കേരളത്തിലെ ഒരു കണക്ക് ഈ സംഘടന പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു കണക്കാണത്. അവർ തന്നെ പറയുന്നത്, എമർജൻസി പ്രിസണേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി പ്രസിദ്ധീകരിച്ച കണക്ക് ഇങ്ങനെയാണ്. അവർ പ്രസിദ്ധീകരിച്ച ഔദ്യോഗികമായി സർക്കാരിൻ്റെ കണക്ക് പുറത്തു വരാത്തത് കൊണ്ട് നമുക്ക് ഇത്തരം കണക്കുകളെ സന്നദ്ധ സംഘടനകളുടെയും ഇത്തരം സർവീസ് സംഘടനകളുടെയൊക്കെ കണക്കുകളെ വിശ്വസിക്കുകയേ നിവൃത്തിയുള്ളൂ. ഇവർ പറയുന്നത്, അടിയന്തരാവസ്ഥ കാലത്ത് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ തടവിലിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പെട്ടവരുടെ കൃത്യമായ കണക്ക് അവരുടെ കയ്യിൽ പറയുന്നു. 7447 പേർ, കേരളത്തിൽ മാത്രമുള്ള കണക്കാണ്. 7447 പേരുണ്ട്. എന്നാൽ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ട് സത്യാഗ്രഹത്തിൻ്റെ രജിസ്റ്ററിൽ കണക്കൊക്കെ ഉണ്ടെങ്കിലും അറസ്റ്റിൽ പെടാതെ പോയവരുണ്ട് 2000 പേര്, 2714 പേര് അങ്ങനെയുണ്ട് അറസ്റ്റ് ചെയ്യപ്പെടാത്ത സത്യാഗ്രഹികൾ. പോലീസ് ആക്ഷനിൽ, പോലീസിൻ്റെ മർദ്ദനത്തിനിരയായി നേരിട്ട് വന്ന് പോലീസ് പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടവർ 86 പേരുണ്ട്. ഒപ്പം അടിയന്തരാവസ്ഥയിൽ ഏറ്റവും വിഖ്യാതമായ നൊട്ടോറിയസായ നിയമമായിരുന്നല്ലോ മിസ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട 178 പേർ കേരളത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ വിഭാഗത്തിലും ചേർന്നിട്ട് 10,425 പേർ കേരളത്തിൽ മാത്രം അടിയന്തരാവസ്ഥയുടെ വിക്ടിംസ് ഉണ്ട്. അവരെ ഞങ്ങളെ പ്രത്യേകമായി പരിഗണിക്കുകയെങ്കിലും വേണം. പെൻഷൻ തരിക എന്നത് ഒരു അംഗീകാരമാണ്, അല്ലാതെ അതൊരു സാമ്പത്തിക സഹായമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് എന്നവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരള സംസ്ഥാനം ഇതുവരെ പരിഗണിച്ചിട്ടില്ല. മാറി മാറി വന്ന സർക്കാരുകളൊന്നും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി അടിയന്തരാവസ്ഥയുടെ ഏറ്റവും വലിയ ഇരയായിട്ട് പോലും പിണറായി വിജയൻ അത് പരിഗണിച്ചിട്ടില്ല. മാത്രമല്ല, നമ്മുടെ CPIM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി മറ്റൊരു ഇരയാണ്. സുധാകരനെ പോലുള്ള മുൻമന്ത്രി, വിജയകുമാറിനെ പോലുള്ള മുൻമന്ത്രിമാരൊക്കെ അന്ന് കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്. അവരും പറയുന്നത് പക്ഷേ മറ്റൊന്നാണ്. അവരിൽ പലരും പറയുന്നത് ഇത്തരം ഡിമാൻഡുകൾ ന്യായമാണ്, പക്ഷേ ഞങ്ങളുടെ അഭിപ്രായത്തിൽ, CPIM-ൻ്റെ അഭിപ്രായത്തിൽ ഈ അടിയന്തരാവസ്ഥ ഒരു കൂലിപ്പണിയല്ല. അതുകൊണ്ട് അടിയന്തരാവസ്ഥയിൽ ഞങ്ങൾ സ്വമേധയാ രാജ്യത്തിന് വേണ്ടി സമരം ചെയ്തതാണ്, രാജ്യത്തിൻ്റെ ജനാധിപത്യം കാത്തുരക്ഷിക്കാൻ വേണ്ടി സമരം ചെയ്തതാണ്, അതിന് കൂലി തരേണ്ടതില്ല, ഞങ്ങൾ അങ്ങനെ ആവശ്യം ഉന്നയിക്കുന്നില്ല എന്നാണ് CPIM-ൻ്റെ നിലപാട്. അങ്ങനെ വരുമ്പോൾ ഒരു മറുചോദ്യം ന്യായമായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യ സമര പെൻഷൻ വാങ്ങുന്നതോ, സ്വാതന്ത്ര്യ സമര പെൻഷൻ കൊടുക്കുന്നതോ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പോയ ആരെങ്കിലും
തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതിഫലം കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ടാണോ? അല്ല. രാജ്യം പിന്നീട് അവരുടെ പ്രവൃത്തിക്ക് ഫലമുണ്ടായപ്പോൾ അതിൻ്റെ ഫലം രാജ്യം അനുഭവിച്ചു തുടങ്ങുമ്പോൾ രാജ്യം അവർക്ക് കൊടുത്ത ആദരവാണ് സ്വാതന്ത്ര്യസമര പെൻഷൻ. ആ കണക്കിൽ അടിയന്തരാവസ്ഥയുടെ ഇരകളെയും അങ്ങനെ കാണേണ്ടതല്ലേ എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. അടിയന്തരാവസ്ഥയിലെ ഇരകളായവരുടെ സംഘടനകൾ പല ആവശ്യങ്ങളും വേറെ ഉന്നയിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ പാഠഭാഗമാക്കണം. എനിക്ക് തോന്നുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില സിലബസുകളിൽ ഇപ്പോൾ അത് ഏതാണ്ട് വന്നു തുടങ്ങുന്നുണ്ട്. പാഠഭാഗമാക്കണം. കേരളത്തിൽ പക്ഷേ അത് വന്നിട്ടില്ല. പാഠഭാഗമാക്കണം എന്ന ആവശ്യം ന്യായമാണ്. കാരണം അത് പുതിയ തലമുറ അറിയേണ്ടതാണ്. 2, ശാസ്തമംഗലത്തെ ഈ ടോർച്ചർ ക്യാമ്പ് ഉണ്ടായിരുന്നല്ലോ, വിഖ്യാതമായ ടോർച്ചർ ക്യാമ്പ്, കുപ്രസിദ്ധമായ ടോർച്ചർ ക്യാമ്പിനെ അടിയന്തരാവസ്ഥയുടെ സ്മാരകമാക്കി മാറ്റണം എന്ന ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊന്നും തീർച്ചയായിട്ടും ഈ നീക്കങ്ങളൊക്കെ, ഇത്തരം ഡിമാൻഡുകളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഈ അടിയന്തരാവസ്ഥയിലെ ഇരകളുടെ സംഘടന മാറി മാറി വന്ന എല്ലാ സർക്കാരുകളെയും സമീപിച്ചിരുന്നു. ഗുണകരമായ ഫലങ്ങളൊന്നും കാര്യമായി ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. 2019 VS സർക്കാർ പക്ഷേ ഗൗരവത്തോടെ അവരെ കേൾക്കുകയും അത്തരത്തിലുള്ള ഔദ്യോഗികമായൊരു പട്ടിക, അടിയന്തരാവസ്ഥയുടെ ഇരകളുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ പ്രാഥമികമായി 6300 പേരുടെ ഒരു പട്ടിക തയ്യാറാക്കിയിരുന്നു എന്നുമാണ് പറയുന്നത്. പക്ഷേ ആ പട്ടിക തയ്യാറാക്കിയതേ ഓർമ്മയുള്ളൂ. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞൂടാ. ഒരുപക്ഷെ CPIM എന്ന പാർട്ടി തന്നെ അത് അടഞ്ഞു വെച്ചതാകാം. അത് പിന്നീട് വെളിച്ചം കണ്ടില്ല. 6300 അതും ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ഈ ആവശ്യങ്ങൾക്ക് മുമ്പിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാർ, അടിയന്തരാവസ്ഥയുടെ ഇരകളായ സർക്കാർ തന്നെ പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ടാകാം, രാഷ്ട്രീയമായൊരു ഗതികേട് കൂടി അവർക്കുണ്ടാകാം. നേരത്തെ പറഞ്ഞതുപോലെ CPIയുടെ കൂടി പിന്തുണയോടുകൂടി അടിയന്തരാവസ്ഥയുടെ ഇരകൾക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചാൽ ആ മുന്നണി എത്ര കാലം മുന്നോട്ട് പോകും എന്ന ചോദ്യവും അവരെ അലട്ടുന്നുണ്ടാവാം. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയിലെ ഇരകളുടെ കമ്മിറ്റി കേന്ദ്ര ഗവൺമെൻറ്റിനെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ്. കേരളത്തിലെ സർക്കാർ ഏതായാലും ചെവിക്കൊള്ളുന്നില്ല. കേരളത്തിൽ നിന്നുള്ള അടിയന്തരാവസ്ഥയുടെ ഇരകൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റെങ്കിലും അംഗീകാരം നൽകുകയും പെൻഷൻ നൽകുകയും ചെയ്യണം. 2ാം സ്വാതന്ത്ര്യ സമരമായിരുന്നു അത് എന്ന് കേന്ദ്ര ഗവൺമെൻറ് വിളിച്ചു പറയുമ്പോൾ അത് കേരളത്തിലെ ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും ബാധകമാണ് എന്നവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും അതിന് ഫലമുണ്ടാകട്ടെ. ഏതായാലും അടിയന്തരാവസ്ഥ ഓർക്കപ്പെടാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാനാവില്ല. കാരണം നമ്മുടെ ചരിത്രത്തിൽ അടിയന്തരാവസ്ഥ കറുത്ത മഷിയിൽ എഴുതപ്പെട്ട ഒരു കരിദിനം അല്ലെങ്കിൽ കരിനാളുകൾ തന്നെയാണ്. നന്ദി, നമസ്കാരം.